സ്റ്റുഡൻസ് ഇൻസൈറ്റിൻ്റെ അടുത്ത ഒരു ഓൺലൈൻ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ഓർഡർ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന് ശേഷമുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓർഡർ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കാര്യമായി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി ഒരു റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എന്നത് പറയുന്നത് എന്താണ്, ആ മോളിക്കുലാരിറ്റി എങ്ങനെ ആണ് വ്യത്യാസപ്പെടുന്നതെന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നോക്കാൻ അടുത്ത് എന്താണ് മോളിക്കുലാരിറ്റി. സോ എന്താണ് മോളിക്കുലാരിറ്റി എന്ന് വെച്ചാൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്ടിംഗ് സ്പീഷീസുകളുടെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് ദ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ദാറ്റ് വിൽ സൈമൾട്ടേനിയസ്ലി കൊളൈഡ് ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് വേണ്ടി എത്ര റിയാക്ടൻ്റ് മോളിക്കൂളാണ് അതിൽ പങ്കെടുക്കുന്നത്, ആ റിയാക്ടൻ്റ് മോളിക്കൂളിൻ്റെ ആകെ എണ്ണം, അതിന് വിളിക്കുന്ന പേരാണ് മോളിക്കുലാരിറ്റി. ഓക്കെ, അപ്പോൾ മോളിക്കുലാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ദാറ്റ് മേ ബി ആറ്റംസ് ഓർ അയോൺസ് ഓർ മോളിക്യൂൾസ് എക്സെട്ര. ഓക്കെ, അത് ഒന്നുകിൽ ആറ്റങ്ങളാകാം, അയോണുകളാകാം, മോളിക്യൂളാകാം. സോ വാട്ട് എവർ ഇറ്റ് മേ ബി. സോ ദ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ദാറ്റ് സൈമൾട്ടേനിയസ്ലി കൊളൈഡ് ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ നടക്കുന്നതിന് വേണ്ടി അതിൽ പങ്കെടുക്കുന്ന റിയാക്ടിംഗ് സ്പീഷീസുകളുടെ ആകെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അമോണിയം ക്ലോറൈഡ്, ഓക്കെ, NH4Cl നമ്മൾ ചൂടാക്കിയാൽ അത് അമോണിയയും HCl-ഉമായിട്ട് മാറുന്നിരിക്കട്ടെ. കൺസിഡർ ദിസ് റിയാക്ഷൻ. ഓക്കെ, അമോണിയം ക്ലോറൈഡ് ഓൺ ഹീറ്റിംഗ് വി ഗെറ്റ് അമോണിയ ആൻഡ് HCl. So what is the molecularity of this reaction? So here only one molecule is present. So the molecularity of this reaction is 1. So it is called unimolecular reaction. Unimolecular. Okay, it's a unimolecular reaction. Okay. Then we take another example, the decomposition of hydrogen iodide. Hydrogen iodide decompose ചെയ്ത് നമുക്ക് എന്താ കിട്ടും? Hydrogen plus iodine. So how many reacting species are there? There are 2 reacting species. So it is a bimolecular reaction. Bimolecular reaction. So the molecularity of the reaction is 2. Similarly, we take SO2 plus O2 gives SO3. Okay, so in the equation of balance same, but 2SO2 plus O2 gives 2SO3. 2SO2 plus O2 gives 2SO3. So what is the molecularity of the reaction? 2 plus 1. This is a trimolecular reaction. Trimolecular. Okay, the molecularity of the reaction is 3. So ഇതാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് അതിൽ പങ്കെടുക്കുന്ന റിയാക്ടിംഗ് മോളിക്യൂളുടെ എണ്ണം. അപ്പോൾ ഇതിൽ ഈ റിയാക്ടൻ്റ് മോളിക്യൂൾ സൈമൾട്ടേനിയസ്ലി കൊളൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ രാസപ്രവർത്തനം നടക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ യൂണിമോളിക്കുലർ റിയാക്ഷൻ, ദിസ് എ ബൈമോളിക്കുലർ റിയാക്ഷൻ ആൻഡ് ദിസ് എ ട്രൈമോളിക്കുലർ റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾ ഈ മോളിക്കുലാരിറ്റിയുടെ വാല്യൂ കാണുമ്പോൾ തന്നെ നമുക്കറിയാം മോളിക്കുലാരിറ്റി ഈസ് ആൾവേസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, ഒരു ഇൻറ്റിജർ ആയിരിക്കും. അത് ഒന്നുകിൽ 1, 2, 3, 4 അങ്ങനെയുള്ള ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും മോളിക്കുലാരിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്. മോളിക്കുലാരിറ്റി ഒരിക്കലും ഫ്രാക്ഷൻ ആകത്തില്ല, മോളിക്കുലാരിറ്റി ഒരിക്കലും 0 ആകത്തില്ല, മോളിക്കുലാരിറ്റി ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല, ഡെസിമൽ ആകത്തില്ല. അതൊക്കെ മോളിക്കുലാരിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ നമ്മൾ ഓർഡറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഓർഡർ മേ ബി ഫ്രാക്ഷൻ ആകാം, ഓർഡർ 0 ആകാം, ഓർഡർ ഇൻറ്റിജർ ആകാം. അപ്പോൾ അതാണ് ഓർഡറിൻ്റെ പ്രത്യേകത. പക്ഷേ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് മോളിക്കുലാരിറ്റി ഈസ് ആൾവേസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മോളിക്കുലാരിറ്റിയുടെ ഒരു മോളിക്കുലാരിറ്റി കൂടുന്നതനുസരിച്ച്, അതായത് ഒരു മോളിക്കുലാരിറ്റി ഇപ്പോൾ ഇതിപ്പോൾ ട്രൈമോളിക്കുലർ റിയാക്ഷനാണ് അല്ലേ. ഈ ട്രൈമോളിക്കുലർ റിയാക്ഷൻ്റെ പ്രത്യേകത ഈ 2 മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ആ 3 മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ആ 3 മോളിക്യൂൾസിലെ 2 മോളിക്യൂൾ SO2 ആണ്, ഈ പറയുന്ന ഒരു മോളിക്യൂള് ഓക്സിജൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മോളിക്കുലാരിറ്റി, ഒരു റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി കൂടുന്നതനുസരിച്ച് ആ രാസപ്രവർത്തനം നടക്കുവാനുള്ള ചാൻസ് കുറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് തരുന്നു. ഓക്കെ, എ ഗിവ്സ് പ്രോഡക്റ്റ് എന്ന് ഞാൻ ഒരു റിയാക്ഷൻ എഴുതുന്നു. എ ഗിവ്സ് പ്രോഡക്റ്റ്. സോ ഇറ്റ് ഈസ് എ യൂണിമോളിക്കുലർ റിയാക്ഷൻ. ഓക്കെ, സോ എന്നാൽ ഞാൻ വേറെ റിയാക്ഷൻ എഴുതുന്നു. A plus B gives product. ഓക്കെ, ഇതെന്താണ്? ഇറ്റ്സ് എ ബൈമോളിക്കുലർ റിയാക്ഷൻ.
ഓക്കെ, ഞാൻ വേറെ റിയാക്ഷൻ എഴുതുന്നു. A plus B plus C gives product. You know that it is a trimolecular reaction, അല്ലേ? ട്രൈമോളിക്കുലർ റിയാക്ഷൻ. അപ്പോൾ ഈ ട്രൈമോളിക്കുലർ റിയാക്ഷനിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാകണമെങ്കിൽ എയും ബിയും സിയും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് വെച്ച് കൂട്ടിയിടിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ കൊളൈഡ് ചെയ്താൽ മാത്രമേ ആ ഒരു പ്രോഡക്റ്റിന് ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ അവിടെ ബാക്കി ഒരുപാട് കൊളിഷൻസ് വേസ്റ്റ് ആകുകയാണ്. ഏതൊക്കെ കൊളിഷൻസ് ആണ്? എയും തമ്മിൽ കൂട്ടിയിടിക്കാം, പ്രോഡക്റ്റ് ഉണ്ടാകത്തില്ല. ബിയും തമ്മിൽ കൂട്ടിയിടിക്കാം, ദർ ഈസ് നോ റിസൾട്ട്. സിയും തമ്മിൽ കൂട്ടിയിടിക്കാം, ദർ ഈസ് നോ റിസൾട്ട്. ഓക്കെ, അപ്പോൾ എയും തമ്മിൽ കൂട്ടിയിടിച്ചാലോ, ബിയും തമ്മിൽ കൂട്ടിയിടിച്ചാലോ, സിയും തമ്മിൽ കൂട്ടിയിടിച്ചാലോ പ്രോഡക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അതുപോലെ എയും ബിയും തമ്മിൽ കൂട്ടിയിടിക്കുന്നു, ദർ ഈസ് നോ റിസൾട്ട്. ബിയും സിയും തമ്മിൽ കൂട്ടിയിടിക്കുന്നു, നോ റിസൾട്ട്. അപ്പോൾ ഏത് കൊളിഷൻ മാത്രമാണ് സക്സസീവ് കൊളിഷൻ? എയും ബിയും സിയും ഒരുമിച്ച് ഒരേ ഓറിയന്റേഷനിൽ കൊളൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ ചാൻസ് വളരെ കുറവാണ്. എന്നാൽ ഈ യൂണിമോളിക്കുലർ റിയാക്ഷൻ എടുത്ത് നോക്കിയേ, എ ഗിവ്സ് പ്രോഡക്റ്റ്, അല്ലെ? അവിടെ എ മാത്രമേ റിയാക്ടന്റ് മോളിക്കുള്ളൂ. അവിടെ എ എങ്ങനെ കൂട്ടിയിടിച്ചാലും, ഏതൊക്കെ രീതിയിൽ എ കൂട്ടിയിടിച്ചാലും അവിടെയൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് വെച്ചാൽ മോളിക്കുലാരിറ്റി കൂടുന്നതനുസരിച്ച് ദ ചാൻസ് ഓഫ് ഒക്കറിംഗ് എ കെമിക്കൽ റിയാക്ഷൻ വിൽ ബി ലോ. ഓക്കെ, ഒരു രാസപ്രവർത്തനത്തിന്റെ മോളിക്കുലാരിറ്റി കൂടുന്നതനുസരിച്ച് ആ രാസപ്രവർത്തനം നടക്കുവാനുള്ള സാധ്യത കുറയുന്നു. എപ്പോഴും യൂണിമോളിക്കുലർ റിയാക്ഷൻസ് ആയിരിക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റിയാക്ഷന്റെ ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ എടുക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ ചില റിയാക്ഷൻസ് ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന രാസപ്രവർത്തനം ഉണ്ടായിരിക്കും. ഓക്കെ, ചിലപ്പോൾ ചില റിയാക്ഷൻസ് ഒരു സ്റ്റെപ്പിലല്ലാതെ ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ, അങ്ങനെ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ നമ്മൾ വിളിക്കുന്നതാണ് കോംപ്ലക്സ് റിയാക്ഷൻസ് അറിയപ്പെടും. ഓക്കെ, അപ്പോൾ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റിയാക്ഷനിൽ ഒന്നിലധികം സ്റ്റെപ്പുള്ള മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷന്റെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ രാസപ്രവർത്തനത്തിന്റെ മോളിക്കുലാരിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ രാസപ്രവർത്തനത്തിൽ ഏറ്റവും സ്ലോ ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പ് ഏതാണോ അതായിരിക്കും അതിന്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇൻ എ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ, ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനിൽ ആ രാസപ്രവർത്തനത്തിൽ ഏറ്റവും സ്ലോ ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പ് ഏതാണോ, ഏത് സ്റ്റെപ്പാണോ ഏറ്റവും പതുക്കെ നടക്കുന്നത്, ആ ഏറ്റവും സ്ലോ ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പ് ഏതാണോ ആ രാസപ്രവർത്തനമാണ് ആ കെമിക്കൽ റിയാക്ഷന്റെ ഓവറാൾ റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് സ്റ്റെപ്പ് ഈസ് കാൾഡ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ദാറ്റ് സ്റ്റെപ്പ് ഈസ് കാൾഡ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഉദാഹരണം എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രോജൻ പെറോക്സൈഡ് H2O2. ഓക്കെ, നമ്മൾ ആൽക്കലൈൻ മീഡിയത്തിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് വാട്ടറും ഓക്സിജനായിട്ട് മാറുന്നു. ഓക്കെ, ഇത് നമ്മൾ ആൽക്കലൈൻ മീഡിയത്തിലാണ് നമ്മൾ ഈ റിയാക്ഷൻ നമ്മൾ നടത്തുന്നത്. ഇത് നമ്മൾ അയഡിന്റെ പ്രസൻസിലാണ് ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നിരിക്കട്ടെ. അയഡിന്റെ പ്രസൻസിൽ ഇൻ ദ പ്രസൻസ് ഓഫ് അയഡിന്റെ പ്രസൻസിൽ നമ്മൾ ഈ പറഞ്ഞ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യുന്നു. ഹൈഡ്രോജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത വാട്ടറും ഓക്സിജനായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ രാസപ്രവർത്തനം 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ദിസ് കെമിക്കൽ റിയാക്ഷൻ, നമ്മൾ ഈ കാണുന്ന റിയാക്ഷൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും this chemical reaction takes place in 2 steps. Okay, first step എന്ന് വെച്ചാൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് അയഡിനുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. ഓക്കെ, ആ ഇന്റർമീഡിയറ്റ് ആണ് IO മൈനസ് പ്ലസ്. അടുത്ത് അതിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ട്, ദാറ്റ്സ് കാൾഡ് വാട്ടർ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പില് ഈ ഇന്റർമീഡിയറ്റ് ആയ IO മൈനസ് ഓക്കെ വീണ്ടും ഹൈഡ്രോജൻ പെറോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. വീണ്ടും ഹൈഡ്രോജൻ പെറോക്സൈഡ് റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വാട്ടറും ഓക്സിജനും കിട്ടും. ഓക്കെ, അപ്പോ നോക്കുക, ഈ റിയാക്ഷൻ ഹൈഡ്രോജൻ പെറോക്സൈഡ് ആൽക്കലൈൻ മീഡിയത്തില് അയഡിന്റെ പ്രസൻസ് ഡീകമ്പോസ് ചെയ്ത് വാട്ടറും ഓക്സിജനായിട്ട് മാറുന്ന റിയാക്ഷൻ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ റിയാക്ഷൻ അല്ല, അതിനകത്ത് 2 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ രാസപ്രവർത്തനത്തിൽ ഏറ്റവും സ്ലോ ആയിട്ട് കിടക്കുന്ന സ്റ്റെപ്പ് ഏതാ എടുക്കുക. ഓക്കെ, സോ ഇൻ ദിസ് റിയാക്ഷൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ഈ ആദ്യ സ്റ്റെപ്പ് സ്ലോ ആണ്. ഓക്കെ, അപ്പോ ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്.
step of this reaction. So what is the rate determining step of the reaction? In a multi-step reaction, the slowest step of the reaction is called rate determining step, and which determine the rate of overall reaction. അതാണ് ആ രാസപ്രവർത്തനത്തിന്റെ മൊത്തത്തിലുള്ള ഓർഡറിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ ആണ് നമുക്കൊരു ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്നത്. ദിസ് ഈസ് കാൾഡ് ദ ഇന്റർമീഡിയറ്റ്. ഈ സാധനത്തെ വിളിക്കുന്ന പേരാണ് ഇന്റർമീഡിയറ്റ്. അപ്പോൾ എപ്പോഴും ഒരു രാസപ്രവർത്തനത്തിന്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്ന സ്റ്റെപ്പ് ആയിരിക്കും. വ്യക്തമായിട്ട് ഓർമ്മിക്കുക, ആ രാസപ്രവർത്തനത്തിൽ ഏത് സ്റ്റെപ്പിലാണോ ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്നത് ആ ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്ന സ്റ്റെപ്പ് ആയിരിക്കും സ്ലോ സ്റ്റെപ്പ്. ആ സ്ലോ സ്റ്റെപ്പ് ആയിരിക്കും ആ രാസപ്രവർത്തനത്തിന്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് ഫാസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രാസപ്രവർത്തന റേറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ, സോ ഈ റിയാക്ഷന്റെ റേറ്റ് എഴുതി കഴിഞ്ഞാൽ റേറ്റ് ഓഫ് the rate of decrease in concentration of hydrogen peroxide with the time. അതായത് ഡിക്രീസ് നമ്മുടെ റിയാക്ടന്റ് ആയിട്ട് ഹൈഡ്രജൻ അതിന്റെ റേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇതിന്റെ. ഓക്കെ, ഈ സ്ലോ സ്റ്റെപ്പിൽ വരുന്ന റിയാക്ടന്റ് മോളിക്യൂൾ ഏതൊക്കെയാണ്? H2O2 പ്ലസ് ദ കോൺസെൻട്രേഷൻ ഓഫ് I മൈനസ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ഓവറോൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഓവറോൾ റേറ്റ് ഇപ്പൊ ഈ റേറ്റ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ റേറ്റ് ഈസ് ഈക്വൽ ടു, so this is called rate is equal to K into concentration of H2O2 into I minus. So എന്തുകൊണ്ട് നമ്മൾ അത് എടുക്കാൻ കാരണം, ബിക്കോസ് ഈ സ്റ്റെപ്പാണ് ഏറ്റവും സ്ലോ സ്റ്റെപ്പ്. ഈ സ്ലോ സ്റ്റെപ്പിൽ പങ്കെടുത്തിരിക്കുന്ന റിയാക്ടന്റുകളാണ് ഹൈഡ്രജൻ പെറോക്സൈഡും I മൈനസും. അതുകൊണ്ട് അതിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ദ മോളിക്കുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ ഈസ്, അപ്പോൾ ഈ സ്ലോ സ്റ്റെപ്പിൽ പങ്കെടുത്തിരിക്കുന്ന രാസപ്രവർത്തനത്തിൽ എത്ര ടൈപ്പ് മോളിക്യൂൾസ് ഉണ്ട്? 1, 2 രണ്ടാണ് ഇതിന്റെ മോളിക്കുലാരിറ്റി. സോ ഇറ്റ് ഈസ് എ ബൈമോളിക്കുലാർ റിയാക്ഷൻ. ഇതൊരു ബൈമോളിക്കുലാർ റിയാക്ഷൻ ആണ്. ബിക്കോസ് അതിന്റെ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ പങ്കെടുത്തിരിക്കുന്നത് 2 റിയാക്ടന്റ് മോളിക്യൂളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ ഒന്നിലധികം സ്റ്റെപ്പിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ എപ്പോഴും അതിന്റെ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ ഏറ്റവും പതുക്കെ നടക്കുന്ന സ്റ്റെപ്പിൽ വരുന്ന റിയാക്ടന്റ് മോളിക്യൂളാണ് അതിന്റെ മോളിക്കുലാരിറ്റിയെ തീരുമാനിക്കുന്നത്. അതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതാണ് ആ രാസപ്രവർത്തനത്തിന്റെ ഓവറോൾ റേറ്റിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി ഈ റിയാക്ഷന്റെ ഓർഡർ, നമ്മളിപ്പോ ഈ ഓർഡർ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരു എക്സ്പെരിമെന്റൽ ഡെറിവേറ്റീവ് കൊണ്ടിട്ടാണ് നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? സോ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് 2. കാരണം എന്താണ്? ഇവിടെ 1 ഇവിടെ 1. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് 2. ഓക്കെ, സോ ദിസ് റിയാക്ഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് ദ ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു I മൈനസ്. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡിനെ സംബന്ധിച്ച് ഇതിന്റെ ഹൈഡ്രജൻ പെറോക്സൈഡിനെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ ആണ്. അതുപോലെ I മൈനസിനെയും വെച്ചത് ഫസ്റ്റ് ഓർഡർ ആണ്. സോ ദ ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് 2. ബട്ട് ദിസ് ഈസ് എ തിയററ്റിക്കൽ ക്വാണ്ടിറ്റി. ഇത് തിയററ്റിക്കലാണ്. ഇതിന്റെ ഓർഡർ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റ് നടത്തി നോക്കി നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ഇതാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോളിക്കുലാരിറ്റി എന്താണ്, അത് എങ്ങനെയാണ് മാറുന്നത്? ഒരു മോളിക്കുലാരിറ്റി കൂടിയ റിയാക്ഷൻസ് എല്ലാം തന്നെ വളരെ റെയർ ആയിട്ട് മാത്രമേ നടക്കാറുള്ളൂ. ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന റിയാക്ഷനാണ് ആ രാസപ്രവർത്തനത്തിന്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിൽ പങ്കെടുക്കുന്ന റിയാക്ടന്റ് മോളിക്യൂളാണ് അതിന്റെ മോളിക്കുലാരിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ശരി, നമ്മൾ അടുത്ത് നോക്കുന്നു. സോ നമ്മൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി? നമുക്ക് 2 കോളം മാറ്റി ഇതിന്റെ ഡിഫറൻസ് നമ്മൾ എഴുതുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി? ഫസ്റ്റ് കോളം ഓർഡർ, സെക്കൻഡ് കോളം മോളിക്കുലാരിറ്റി. ഓക്കെ, സോ ഫസ്റ്റ് ഡിഫറൻസ് അതിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻസ്? അതിന്റെ ഡെഫിനിഷൻ തന്നെയാണ് ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് മോളിക്കുലാരിറ്റി ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടൈംസ് ഇൻ ദ എക്സ്പെരിമെന്റൽ റേറ്റ് എക്സ്പ്രഷൻ. ഓക്കെ, സോ ഓർഡർ ഈസ് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടൈംസ് ഇൻ ദ experimental rate expression of a reaction. Okay, ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ മോളിക്കുലാരിറ്റി എന്താണ്? മോളിക്കുലാരിറ്റി is the total number of reactant molecule that simultaneously collide to bring about a chemical reaction. It is the total number of reacting species. Reacting species എന്തൊക്കെയാകും? ഒന്നുകിൽ ആറ്റങ്ങളാകാം, മോളിക്യൂളാകാം, അയോണുകളാകാം. So the total number of reacting species which simultaneously
simultaneously collide to bring about a chemical reaction. Okay. So that is the molecularity. That's the difference in the definition. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റലി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, എക്സ്പെരിമെന്റലി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് ഏത്? ഓർഡർ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റലി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ബട്ട് മോളിക്കുലാരിറ്റി ഈസ് എ തിയററ്റിക്കൽ ക്വാണ്ടിറ്റി. തിയററ്റിക്കലാണ്. ഓക്കെ, തിയററ്റിക്കൽ. മോളിക്കുലാരിറ്റി ഈസ് എ തിയററ്റിക്കൽ ക്വാണ്ടിറ്റി. ഓർഡർ ഈസ് എൻ എക്സ്പെരിമെന്റലി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, ബട്ട് മോളിക്കുലാരിറ്റി ഈസ് എ തിയററ്റിക്കൽ ക്വാണ്ടിറ്റി. ഇനി മൂന്നാമത് പറയുന്നത് എന്താണ്? ഓർഡറിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഓർഡർ മേ ബി സീറോ, ഫ്രാക്ഷൻ, ഓക്കെ, ഓർ ഇൻഡിജർ. ഓക്കെ, ഓർഡറിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് വാല്യൂസ് ഓഫ് ഓർഡർ മേ ബി സീറോ, ഫ്രാക്ഷൻ ഓർ ഇൻഡിജർ. ഇവിടെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ്സ് ആൾവേസ് എ വോൾ നമ്പർ. ഓക്കെ, മോളിക്കുലാരിറ്റി എപ്പോഴും ഒരു വോൾ നമ്പർ ആയിരിക്കും. ഓക്കെ, ഒരു ഇൻഡിജർ ആയിരിക്കും. ഓക്കെ, ഒരു ഇൻഡിജർ ആയിരിക്കും. ഓക്കെ, മോളിക്കുലാരിറ്റി ഈസ് ആൾവേസ് ആൻ ഇൻഡിജർ. ഒരിക്കലും അത് ഫ്രാക്ഷനോ സീറോയോ ഈ പറയുന്ന നെഗറ്റീവ് നമ്പറോ ഒന്നും വരത്തില്ല. ഓക്കെ, ഇനി നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് മോളിക്കുലാരിറ്റി order is applicable to both elementary reaction and complex reaction. Okay, so elementary reaction order is applicable to both elementary reaction and complex reaction. Okay, so order is applicable to both elementary reaction and as well as complex reaction, whereas molecularity is applicable to only elementary reaction. Okay, molecularity is applicable to only elementary reaction. Elementary reaction എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നിലധികം റിയാക്ടന്റ് മോളിക്യൂൾസുകൾ വരെയാണെങ്കിൽ അവിടെ കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷന്റെ ചാൻസ് കുറവാണ്. അപ്പോൾ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് വെച്ചാൽ പ്രത്യേകത എന്താണ്? ഒരുപാട് റിയാക്ടന്റ് മോളിക്യൂൾ തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോഴാണ് ഒരു കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ നടക്കുവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് മോളിക്കുലാരിറ്റി പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ A+B+C ഗിവ്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിൽ എയും ബിയും സിയും ഒരുമിച്ച് ഒരേ സമയം കൂട്ടിമുട്ടിയാൽ മാത്രമേ പ്രോഡക്റ്റ് ഉണ്ടാവൂ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കോംപ്ലക്സ് റിയാക്ഷൻ. അപ്പോൾ അവിടെയുള്ള ബാക്കിയുള്ള റിയാക്ഷൻസ് ഒക്കെ വേസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുമ്പോഴേ എപ്പോഴും ഈ പറയുന്ന ഒരുപാട് മോളിക്യൂൾസുകൾ വരുന്ന കോംപ്ലക്സ് റിയാക്ഷനിൽ മോളിക്കുലാരിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് എപ്പോഴും എലമെന്ററി റിയാക്ഷനിൽ മാത്രമാണ് നമുക്ക് മോളിക്കുലാരിറ്റി കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ മോളിക്കുലാരിറ്റി ഈസ് ആപ്ലിക്കബിൾ ടു ഓൺലി എലമെന്ററി റിയാക്ഷൻ, ബട്ട് ഓർഡർ ഈസ് ആപ്ലിക്കബിൾ ടു ബോത്ത് എലമെന്ററി റിയാക്ഷൻ ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ. ഓക്കെ, കോംപ്ലക്സ് റിയാക്ഷനിൽ മോളിക്കുലാരിറ്റി ഹാസ് നോ മീനിങ് ആണ് കേട്ടാ. ബട്ട് ഇൻ കോംപ്ലക്സ് റിയാക്ഷൻ molecularity has no meaning. Okay, so molecularity is applicable only for elementary reaction. In complex reaction molecularity has no meaning. Molecularity ക്ക് meaning ഇല്ല. Okay, ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ in complex reaction the order of ഒരു കോംപ്ലക്സ് റിയാക്ഷനെ സംബന്ധിച്ച് ഒരു റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് in a complex reaction the order of the reaction will be taken as the slowest step of the reaction. ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ രാസപ്രവർത്തനത്തിന്റെ ഏറ്റവും പതുക്കെ നടക്കുന്ന സ്റ്റെപ്പ് ഏതാണോ അതായിരിക്കും ആ രാസപ്രവർത്തനത്തിന്റെ ഓർഡർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അടുത്ത് നമ്മൾ പോകുന്നു യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഓരോ ഓർഡറിനും അതിന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ വ്യത്യാസം വരും. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് അല്ല സെക്കൻഡ് ഓർഡർ ഉണ്ട്, അതായിരിക്കില്ല തേർഡ് ഓർഡർ ഉണ്ട്, അതായിരിക്കില്ല സീറോ ഓർഡർ ഉണ്ട്. ഓരോ ഓർഡറിനും റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഓരോ റേറ്റ് കോൺസ്റ്റന്റിന്റെയും യൂണിറ്റ് നമുക്ക് കണ്ടെത്താം. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ എഴുതുന്നത് എ ഗിവ്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ എ ഗിവ്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ, സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ എക്സ്പ്രഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു K×A⁻1 എന്നാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ സിമ്പിൾ റേറ്റ് എക്സ്പ്രഷൻ. റേറ്റ് ഈസ് ഈക്വൽ ടു K×A⁻1. ഓക്കെ, സോ ഇതിൽ നമ്മൾ K ഈസ് കാൾഡ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. K വിളിക്കുന്ന പേര് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ,
അപ്പോൾ സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ റേറ്റ് എങ്ങനെ ആവും? റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു. തേർഡ് ഓർഡർ ആകുമ്പോൾ എങ്ങനെ ആകുമ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് 3. സീറോ ഓർഡർ ആകുമ്പോൾ എങ്ങനെ ആകുമ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു 0. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ് ഇപ്പോൾ എടുത്തത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് എക്സ്പ്രഷൻ ആണ്. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു 1. അപ്പോൾ അതിൻ്റെ കെയുടെ യൂണിറ്റ് ആണ് കാണാൻ പോകുന്നത്. കെ ഇസ് ഈക്വൽ ടു, ഇന്ന് കെയുടെ വാല്യൂ എന്തായിരിക്കും? K is equal to rate divided by concentration, that is A. അല്ലേ? So what is the unit of rate? നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്തത് the unit of rate is mole liter raised to -1 second raised to -1 divided by what is the unit of concentration? The unit of concentration is mole liter raised to -1. So that means the mole become cancelled, liter raised to -1 liter raised to -1 become cancelled. So the unit of rate constant for a first order reaction is second raised to -1 or second inverse. So it is already represented as time inverse. That means നമ്മൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് തന്നെ ആണോന്നില്ല. ചിലപ്പോൾ അതിൻ്റെ ടൈം നമ്മളിപ്പോൾ അവറിലെടുക്കാം, ചിലപ്പോൾ മിനിറ്റിലെടുക്കാം, ചിലപ്പോൾ ഡേയ്സിലെടുക്കാം. സോ ഓവറായിട്ട് നമ്മൾ പറയുന്നത് ടൈം ഇൻവേഴ്സ് ആണ് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ്. അപ്പോൾ നമ്മൾ ടൈം നമ്മൾ സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻവേഴ്സ് വരും. അതുപോലെ തന്നെ ടൈം നമ്മൾ അവറിൽ എടുത്തു കഴിഞ്ഞാൽ അവർ ഇൻവേഴ്സ് വരും. ടൈം നമുക്ക് മിനിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ മിനിറ്റ് ഇൻവേഴ്സ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിന്റെ റേറ്റ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ ഇനി അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എടുത്താലോ? സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് എക്സ്പ്രഷൻ എഴുതാൻ സിംപ്ലസ്റ്റ് ആയിട്ട് റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു 2. So what is the unit of what is the expression of k? K is equal to rate divided by a square. That is equal to what is the unit of rate? That is mole liter raised to -1 second raised to -1. And what is the this unit of a എന്നുള്ളത് mole liter raised to -1 the whole square. That is equal to mole liter raised to -1 second raised to -1 divided by mole square liter raised to -2. So that means this mole square and mole cancel each other, and liter raised to -1 and liter raised to -1 cancel each other. So what is the value? The value will be mole raised to -1 mole divided by mole square mole raised to -1 liter raised to -2 liter raised to -1 liter into second raised to -1. ഈ ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് ആണോന്നില്ല. ചിലപ്പോൾ ടൈം എന്ന് പറയുന്നത് മിനിറ്റ് ആകാം, അല്ലെങ്കിൽ അവർ ആകാം, എന്തോണം ടൈം നമുക്ക് ഏതുമാണ്. പക്ഷെ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം അതുപോലെ തന്നെ ഇരിക്കും. സോ ദ യൂണിറ്റ് ഓഫ് സെക്കൻഡ് ഓർഡർ റേറ്റ് കോൺസ്റ്റന്റിന്റെ സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ഇൻവേഴ്സ് ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് ഏത് ഓർഡറിന്റെയും കാണാം. അതുപോലെ നമുക്ക് സീറോ ഓർഡർ നമുക്ക് എടുത്ത് നോക്കാം. സോ എന്താ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താ സീറോ ഓർഡർ റിയാക്ഷൻ? സീറോ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഓർഡർ, ഒരു കെമിക്കൽ റിയാക്ഷനെ യാതൊരുവിധ എക്സ്റ്റേണൽ ഫാക്ടറും അഫക്ട് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സീറോ ഓർഡർ റിയാക്ഷൻ. എ കെമിക്കൽ റിയാക്ഷൻ, ദ റേറ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ എനി വൺ ഓഫ് ദ എക്സ്റ്റേണൽ ഫാക്ടർ. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഫാക്ടറുകൾ ഒരു തരത്തിലുള്ള കോൺസെൻട്രേഷൻ ടൈമും അഫക്ട് ചെയ്തില്ല എങ്കിൽ ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് സീറോ ഓർഡർ റിയാക്ഷൻ. ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ ദീസ് റേറ്റ് എക്സ്പ്രഷൻ ബിക്കം rate is equal to k into concentration of a raised to 0. Okay, so that is the value of k is equal to rate divided by a raised to 0. So we know that any number raised to 0 is equal to 1. So that is rate divided by 1. Okay, so that is what is the unit of rate? Mole liter raised to -1 second raised to -1. Okay, so that means for a zero order reaction, the unit of rate constant is equal to the unit of rate. ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അതിന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ്. ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റും അതിന്റെ റേറ്റിന്റെ യൂണിറ്റും ഒരുപോലെ ആയിരിക്കും. റേറ്റിന്റെ യൂണിറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. റേറ്റിന്റെ യൂണിറ്റ് തന്നെ ആയിരിക്കും അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ്. ഫോർ എ സീറോ റിയാക്ഷൻ, ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് and the rate of the reaction will be equal. Okay, അപ്പോൾ ഇത് നമുക്ക് ഓരോ റിയാക്ഷന്റെ ഓർഡർ നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ജനറൽ ആയിട്ട് ഒരു റിയാക്ഷന്റെ ഓർഡർ കാണാൻ വേണ്ടി നമുക്ക് എക്സ്പ്രഷൻ ഉണ്ടാക്കാം. ഓക്കെ, സോ ദ ഓർഡർ ഓഫ് ദ യൂണിറ്റ് ഓഫ് nth order reaction.
ഓക്കെ, ഒരു nth ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾ റൈസ് ടു n 1 മൈനസ് n ലിറ്റർ റൈസ് ടു n മൈനസ് 1 സെക്കൻഡ് റൈസ് ടു മൈനസ് 1. ഇതാണ് ഒരു nth ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് nth ഓർഡർ റിയാക്ഷൻ. ഒരു nth ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ റൈസ് ടു 1 മൈനസ് n ലിറ്റർ റൈസ് ടു n മൈനസ് 1 സെക്കൻഡ് റൈസ് ടു മൈനസ് 1. വേർ n ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. എന്നെന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ സീറോ ഓർഡർ റിയാക്ഷനിൽ നമുക്ക് വാല്യൂ കൊടുത്തു നോക്കാം. സീറോ ഓർഡർ റിയാക്ഷനിൽ എന്നിന്റെ വാല്യൂ 0 ആണ്. കൊടുത്തു നോക്കിയാൽ നമുക്ക് ആ യൂണിറ്റ് കിട്ടും. നിങ്ങൾ കൊടുത്തു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്നിന്റെ വാല്യൂ 0 ആകുമ്പോൾ മോൾ റൈസ് ടു 1 ലിറ്റർ റൈസ് ടു ഇവിടെ 0 കൊടുക്കുമ്പോൾ ലിറ്റർ റൈസ് ടു മൈനസ് 1 സെക്കൻഡ് റൈസ് ടു മൈനസ് 1 കറക്റ്റ് കിട്ടും. അതുപോലെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കൊടുത്തു നോക്കി കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 0, എനി നമ്പർ റൈസ് 0 1 ആണ്. അതുപോലെ ലിറ്റർ എന്നിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 ഇതും 0, അപ്പോൾ ഇതും 0, ഇതിന്റെ പവറും 0, ഇതിന്റെ പവറും 0. ഓക്കെ, സോ അപ്പോൾ ഇതൊന്നാകും. അപ്പോൾ ലാസ്റ്റ് സെക്കൻഡ് റൈസ് ടു മൈനസ് 1 അല്ലെങ്കിൽ ടൈം റൈസ് ടു മൈനസ് 1 തന്നെ വരും. അപ്പോൾ ഏത് രാസപ്രവർത്തനത്തിന്റെയും ഏത് കെമിക്കൽ റിയാക്ഷന്റെയും ഏത് ഓർഡറുള്ള റിയാക്ഷന്റെയും റേറ്റ് കോൺസ്റ്റന്റ് കാണാൻ വേണ്ടി, റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കാണാൻ വേണ്ടി നമുക്ക് ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആവട്ടെ, സെക്കൻഡ് ഓർഡർ ആവട്ടെ, തേർഡ് ഓർഡർ ആവട്ടെ, ഫോർത്ത് ഓർഡർ ആവട്ടെ, ഏത് ഓർഡറുള്ള കെമിക്കൽ റിയാക്ഷന്റെയും റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് മോൾ റൈസ് ടു 1 മൈനസ് n ലിറ്റർ റൈസ് ടു n മൈനസ് 1 സെക്കൻഡ് റൈസ് ടു മൈനസ് 1. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻസിൽ ആദ്യം നമുക്ക് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ കൺസിഡർ സീറോ ഓർഡർ റിയാക്ഷൻ. R ഗിവ്സ് പ്രോഡക്റ്റ്. R റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന ഒരു സീറോ ഓർഡർ റിയാക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ഈ സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് decrease in concentration of reactant divided by dt minus dr by dt is equal to k into concentration of r raised to 0. Okay, and this is the right expression, and this is equation number 1. Okay, so the decrease in concentration of reactant r ന്റെ concentration എപ്പോഴും കുറയും. Divided by dt is equal to k into r raised to 0, because zero reaction ആയതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ എഴുതുന്നത്. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നത് ദാറ്റ് ഈസ് മൈനസ് ഈ ഇക്വേഷൻ r raised to 0 എന്ന് വെച്ചാൽ r raised to 0 is equal to 1. So the equation എങ്ങനെ ആവും? dr by dt is equal to k into 1, that is minus dr is equal to k dt minus dr is equal to k dt. Okay, so this is the small rate of this reaction. This is a small rate of reaction. ഈ രാസപ്രവർത്തനത്തിന്റെ ഒരു small rate ആണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Okay, in order to obtain the overall rate we have to integrate this equation. നമുക്കറിയാം ഏതൊരു സാധനത്തിന്റെയും ഒരു സ്മോൾ വാല്യൂ നമുക്ക് ഉണ്ടെങ്കിൽ മാത്തമാറ്റിക്സിൽ അതിന്റെ ഓവറോൾ വാല്യൂ കാണാൻ വേണ്ടി നമ്മൾ തന്നെ സമ്മേഷൻ നടത്തും. ആ സമ്മേഷൻ നടത്തുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രേഷൻ. ഓക്കെ, so here it is the minus dr is equal to k dt. ഈ കാണുന്ന എക്സ്പ്രഷൻ തന്നെ നമുക്കറിയാം ഒരു രാസപ്രവർത്തനത്തിന്റെ ഒരു ചെറിയ ഒരു റേറ്റ് എക്സ്പ്രഷൻ ആണ് ഈ കാണുന്നത്. ഒരു സ്മോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആണ് അവിടെ നമ്മൾ എടുക്കുന്നത്. സോ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ ഓവറോൾ റേറ്റ് നമ്മൾ കാണുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ദിസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇന്റഗ്രൽ മൈനസ് ഇന്റഗ്രൽ dr is equal to k into integral dt. Okay, so that means, so what is the integral of dx? Integral of dx എന്ന് പറയുന്നത് x ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ integral of dr എന്തായിരിക്കും? That is minus r. Okay, so integral dr എന്ന് പറയുന്നത് മൈനസ് r ആണ്. is equal to k into t. Integral dt t ആണ്. ഓക്കെ, integral dx x ആയ integral dt എന്താണ്? t ആണ്. t plus an integration constant I is the integration constant. Okay, this is equation number 3. This is equation number 3. Okay, so at
ടി ഈസ് ഈക്വൽ ടു നമ്മൾ ഈ ഐയുടെ വാല്യൂ ഇനി കാണാൻ പോവുകയാണ്. ഓക്കെ, ഈ ഐയുടെ വാല്യൂ നമ്മൾ കാണുന്നതിന് വേണ്ടി നമ്മൾ ആ ഇക്വേഷൻ എടുക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഈ ആർ ഗീസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കെമിക്കൽ റിയാക്ഷൻ അസ്യൂം ചെയ്യുന്നു. സോ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 നമ്മൾ അറിയാം അറ്റ് ടി ടൈം ടി 0 ആകുമ്പോൾ ഓക്കെ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 ടി 0 ആകുമ്പോൾ ആറിന്റെ വില ഈ കാണുന്ന റിയാക്ടറിന്റെ വില ആറിന്റെ വാല്യൂ ഓഫ് ആർ ഓക്കെ റിയാക്ടറിന്റെ ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആയ R0 ആണ്. സോ വേർ R0 is the initial concentration of R. Okay, so at t is equal to 0 the value of R is equal to R0. അപ്പോൾ നമുക്ക് ഈ വാല്യൂ നമുക്ക് കൊടുത്താൽ സംഭവിക്കും. സോ at t is equal to 0 ആകുമ്പോൾ എന്ത് ചെയ്യാം? ഓക്കെ മൈനസ് ആറിന്റെ വാല്യൂ എന്തായി? R0 ആയി. R0 is equal to K into ടിയുടെ വാല്യൂ എന്താണ്? 0 ആണ് പ്ലസ് I. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ കൊടുക്കുമ്പോഴാണ് വരുന്നത്. ഇക്വേഷൻ 3 implies minus R0 is equal to K into 0 plus I. Okay, so that means I is equal to minus R0. I യുടെ വില എന്താണ്? മൈനസ് R0. അപ്ലൈ ദിസ് വാല്യൂ ഓഫ് I in equation number 3. ഇക്വേഷൻ നമ്പർ 3 I യുടെ വാല്യൂ നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പൊ എന്ത് വരും? മൈനസ് R is equal to KT plus KT minus R0. ഓക്കെ, ഈ ആർ ഈ മൈനസിനെ ഇപ്പുറം കൊണ്ടുവരും. സോ നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു. ഇവിടെ എഴുതിയാണ് that is K into T is equal to R0 minus R and K is equal to R0 minus R divided by T, and this is the expression for integrated rate expression for zero order reaction. Okay, ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻസ് ആണ്. ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ആണ് K is equal to minus R0 minus R divided by T, where R0 is the initial concentration of reactant and R is the final concentration of reactant and T is the time. Okay, so നമുക്ക് ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവുന്ന വെച്ചാൽ ആ മൂന്നാമത്തെ ഇക്വേഷൻ ഒന്നുകൂടെ ഇങ്ങോട്ട് എഴുതുകയാണ്. ഓക്കെ, ആ മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? ഫ്രം മൈനസ് R ഈസ് ഈക്വൽ ടു K into T പ്ലസ് ഐയുടെ വാല്യൂ എന്താണ്? ഐയുടെ വാല്യൂ മൈനസ് R0 ആണ്. ഓക്കെ, ഐയുടെ വാല്യൂ മൈനസ് R0. ഓക്കെ, ഐയുടെ വാല്യൂ മൈനസ് R0. Minus R is equal to K into T minus R0. So, and this equation is, ഈ ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ this equation is similar to that of ഈ ഇക്വേഷൻ ഒന്നുകൂടെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യണം. R is equal to minus K into T plus R0. മൊത്തത്തിൽ ആ സൈൻ ഒന്ന് റിവേഴ്സ് ചെയ്യും. ഓക്കെ, സൈൻ മൊത്തം റിവേഴ്സ് ചെയ്യുന്നു. മൊത്തം സൈൻ ഇപ്പോൾ ഈ കാണുന്ന ഇക്വേഷനിലെ സൈനെ മൊത്തം റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താ? ഈ സൈൻ നെഗറ്റീവായി, നെഗറ്റീവ് പോസിറ്റീവായി, ഇത് നെഗറ്റീവായി, ഇത് പോസിറ്റീവ്. ഓക്കെ, ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് y ഈസ് ഈക്വൽ ടു mx plus c. So that means the equation of straight line. So if we plot a graph between R, the concentration of the reactant, where R is the concentration of the reactant. R is the concentration of the reactant versus x എന്ന് പറയുന്നത് T ആണ്, time. Okay, so ഈ ഇക്വേഷൻ നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. മൈനസ് R is equal to R is equal to minus K into T plus R0, and this equation is similar to that of I is equal to mx plus c. So if we plot a graph between y against T, y means R against T. So the graph will be a straight line. Straight line slope minus ആയതുകൊണ്ട് ആ സ്ലോപ്പ് അത് എങ്ങനെ ഇരിക്കും? ആ ഗ്രാഫ് അത് എങ്ങനെ ഇരിക്കും? ലൈക്ക് ദിസ്. Okay, and the slope of the graph is minus K. Okay, slope എന്ന് പറയുന്നത് minus K ആയിരിക്കും. Because m ആണ് സ്ലോപ്പ്, എമ്മിന്റെ വാല്യൂ ആണ് K എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഇന്റർസെപ്റ്റ്, ഈ ഗ്രാഫിനെ നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ, ഈ ഗ്രാഫിനെ ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ ഇതിവിടെ തട്ടും. ഓക്കെ, y ഇന്റർസെപ്റ്റ് ആണ് R0. R0 is the initial concentration of the reactant. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക.
ദിസ് ഇക്വേഷൻ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻ 3 എന്ന് പറയുന്ന ഇക്വേഷൻ, നമ്മൾ എടുത്തേക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ 3 അല്ല കറക്റ്റ്, ഇതാണ് നാലാമത്തെ ഇക്വേഷൻ അത്. ഓക്കെ, നാലാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഫ്രം ദിസ് ഇക്വേഷൻ 4 നാലാമത്തെ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത്. ആ നാലാമത്തെ ഇക്വേഷനിൽ നിന്നും നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് the equation of straight line, that is y is equal to mx plus c. Y is equal to mx plus c എന്ന് പറയുന്ന straight line equation equal ആണ്. So if you plot a graph between y means r against t യുടെ വാല്യൂ എന്ന് പറയുന്നത് t and the time. Okay, r ഉം t ഉം തമ്മിൽ ഗ്രാഫ് വരയ്ക്കുക. r എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ റിയാക്ടിന് ടൈം നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ പോസിറ്റീവ് സ്ലോപ്പുള്ള എങ്ങനെ ആയിരിക്കും? പോസിറ്റീവ് സ്ലോപ്പ് ഇങ്ങനെ പോകും, നെഗറ്റീവ് സ്ലോപ്പാണ് ഇങ്ങനെ മറന്നു വരുന്നത്. പോസിറ്റീവ് സ്ലോപ്പ് ഉള്ളത് ഇങ്ങനെ വരും, നെഗറ്റീവ് സ്ലോപ്പുള്ളത് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അതാണ് വ്യത്യാസം. നെഗറ്റീവ് സ്ലോപ്പ് ആണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -k ആണ്. k എന്ന് വെച്ചാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ആ ഗ്രാഫിന് ആ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ അത് വൈയിൽ വന്ന് തട്ടുന്ന പോയിന്റ് ആണ് R0. R0 എന്ന് പറയുന്നതാണ് അതിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനി ഈ സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾസ് ഓഫ് സീറോ റിയാക്ഷൻ. ഓക്കെ, സീറോ ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾ സാധാരണ എൻസൈമാറ്റിക് റിയാക്ഷൻസുകളും അതുപോലെ തന്നെ ഓക്കെ എൻസൈമാറ്റിക് റിയാക്ഷൻസും അതുപോലെ നമ്മൾ ഈ പറഞ്ഞ ചില സ്പെഷ്യൽ കണ്ടീഷനിൽ നടക്കുന്ന കാറ്റലിറ്റിക് റിയാക്ഷൻസുകളുമാണ് സാധാരണ ഫസ്റ്റ് ഓർഡർ സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. സീറോ ഓർഡർ റിയാക്ഷൻ വളരെ അൺകോമൺ ആണ്, വളരെ അപൂർവമായിട്ട് മാത്രമേ സീറോ ഓർഡർ റിയാക്ഷൻ നടക്കാറുള്ളൂ. പക്ഷെ നമ്മൾ സ്പെഷ്യൽ കണ്ടീഷൻസുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ് സീറോ ഓർഡർ റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് കൂടുന്നത്. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾസിൽ വരുന്നത് എൻസൈമാറ്റിക് റിയാക്ഷൻസും ചില കാറ്റലിറ്റിക് റിയാക്ഷൻസും. ഓക്കെ, എൻസൈമാറ്റിക് റിയാക്ഷൻസും കാറ്റലിറ്റിക് റിയാക്ഷൻസുമാണ് സീറോ ഓർഡർ റിയാക്ഷന് സാധാരണയായിട്ട് നടക്കുന്നത്. അതിന് ഒരു ഉദാഹരണമാണ് ഓക്കെ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഇൻ ദ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം സർഫസ്. അമോണിയ പ്ലാറ്റിനത്തിന്റെ സർഫസിൽ വെച്ച് ഡീകമ്പോസ് ചെയ്യുന്നു. ഓക്കെ, ദ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ over platinum surface under high pressure. Okay, high pressure അമോണിയ ഡീകമ്പോസ് ചെയ്ത് നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറുന്ന പ്രോസസ് എന്ന് പറയുന്നത് സീറോ റിയാക്ഷൻ ആണ്. പക്ഷെ ആ പ്രഷർ ലോ ആയാൽ സീറോ ആവത്തില്ല. ഓക്കെ, പ്രഷർ ഹൈ ആകുമ്പോൾ മാത്രമാണ് ആ റിയാക്ഷൻ സീറോ ഓർഡർ ആവുന്നത്. അറ്റ് ഹൈ പ്രഷർ all the platinum surface is filled with ammonia gas. So the platinum എന്ന് പറയുന്ന ആ പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്. പ്ലാറ്റിനം ഒരു കാറ്റലിസ്റ്റ് ആണ്. ആ പ്ലാറ്റിനം കാറ്റലിസ്റ്റിൽ പിന്നെ രാസപ്രവർത്തനം നടക്കാത്തൊരവസ്ഥ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഹൈ പ്രഷർ നമ്മൾ പറയുന്നത്. സോ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ under high pressure over platinum surface is a zero reaction. Similarly, the decomposition of hydrogen iodide decompose ചെയ്യുന്നു H2 plus I2. Okay, in gold surface. Okay, ഗോൾഡിന്റെ സർഫസിൽ വെച്ചപ്പോൾ ഗോൾഡ് അവിടെ ഒരു കാറ്റലിസ്റ്റ് ആണ്. ഗോൾഡിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ ആയി ഡീകമ്പോസ് ചെയ്യുന്ന രാസപ്രവർത്തനം സീറോ റിയാക്ഷൻ ആണ്. അപ്പൊ ഇതൊക്കെ സീറോ റിയാക്ഷൻ ആണ്. എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ എക്സാമ്പിൾ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓവർ പ്ലാറ്റിനം സർഫസ് അണ്ടർ ഹൈ പ്രഷർ. അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് ഇൻ ഗോൾഡ് സർഫസ്. ഓക്കെ, ഇത് രണ്ടും സീറോ ഓർഡർ റിയാക്ഷന് എക്സാമ്പിൾ ആണ്.